ക്യാപ്ച ടൈപ്പിംഗ് ജോബുകൾ ലീഗലാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഇതെന്താണ് ഈ പ്രശ്നം, ഇതെന്താണ് പ്രശ്നമുള്ള സാധനമാണ്, എന്താണ് ഇതിൻ്റെ പ്രശ്നം? പക്ഷേ ശരിക്കും ക്യാപ്ച എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും ഈ ക്യാപ്ച ടൈപ്പിംഗ് ജോബുകൾ എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഒരു ജോബ് എന്ന് പറയുന്ന ഈ ഒരു ജോലി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ക്യാപ്ച എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ക്യാപ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസ്, ഓൺലൈൻ മണി ട്രാൻസാക്ഷൻസ്, ബാങ്കിങ് സൈറ്റുകളിൽ എല്ലായിടത്തും ലോഗിൻ ചെയ്യുന്നതിന് മുമ്പേ ഒക്കെ ഒരു പ്രത്യേകതരം വികലമാക്കിയിട്ടുള്ള ലെറ്ററുകളിൽ അത് നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറയും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തിനാണെന്ന്? അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാൽ ചിലർക്ക് അതിനെക്കുറിച്ച് വലിയ ബോധം ഉണ്ടാവില്ല. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റഡ് റോബോട്ട് സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ബോട്ട് സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വഴി ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, അതായത് നമ്മുടെ ലോഗിൻ നെയിമും പാസ്വേഡും ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോഡുകൾ എഴുതിയിട്ട് അത് ഈ പാസ്വേഡിൻ്റെ കോമ്പിനേഷൻ പല പ്രാവശ്യം റൺ ചെയ്ത് നോക്കി അതിൽ നിന്നും ഒരു പാസ്വേഡ് ബ്രേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ക്യാപ്ച എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് 2000കളിലാണ് അത് ഉപയോഗത്തിൽ വരുന്നത് കാര്യമായിട്ട്. അപ്പം അതിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാർഗമാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. ലെറ്ററുകളും നമ്പറുകളും അക്കങ്ങളും വളരെയധികം വികലമാക്കി ആളുകൾക്ക്, മനുഷ്യന് മാത്രം വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയതിന് ശേഷം അത് താഴെ ടൈപ്പ് ചെയ്യാൻ പറയുന്ന തരത്തിലുള്ളതുണ്ട്. പിന്നെ ഇമേജുകൾ, പല ചിത്രങ്ങൾ, പലതരത്തിലുള്ള ചിത്രങ്ങളിൽ നിന്നും ചിലത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള 2-3 തരത്തിലുള്ള ക്യാപ്ചകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ക്യാപ്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു സൈറ്റിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെയൊക്കെ ഓൺലൈൻ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പോലുള്ള വളരെ എന്താ പറയുക, സുരക്ഷ ആവശ്യമുള്ള പല കാര്യങ്ങളിലും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്ച ടൈപ്പിംഗ് ജോബിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്യാപ്ച ടൈപ്പിംഗ് ജോബുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇല്ലീഗലായിട്ട് ഈ ഒരു സൈറ്റുകളെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ക്യാപ്ചയെ മറികടക്കാൻ ശ്രമിക്കുന്നവർ. ഈ ക്യാപ്ചയെ മറികടക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇല്ലീഗലായിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, അതായത് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പാസ്വേഡ് ബ്രേക്ക് ചെയ്യാനോ ഒക്കെയുള്ള ശ്രമത്തിന് പേരിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കാനൊക്കെയാണ്. ഏതായാലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഈ ക്യാപ്ചയെ ബ്രേക്ക് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്ചയെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്താണ്? ക്യാപ്ചയെ ബ്രേക്ക് ചെയ്യാനുള്ള വഴി ആളുകളെ കൊണ്ട് ഈ പറയുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ ക്യാപ്ച ടൈപ്പിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മണി ഇൻകം മേക്കിങ്ങിനുള്ള ഒരു മെത്തേഡാണെന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കുന്ന ഈ ഒരു സംവിധാനം. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാപ്ച ഒരു സൈറ്റിൽ കാണിക്കുമ്പോൾ അത് ആണ് നമ്മളെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിക്കുന്നത്. അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഒരു സുരക്ഷയെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യാപ്ച ടൈപ്പിംഗ് ജോബുകൾ ഒന്നും തന്നെ ശരിക്കും ഒരു ലീഗലായുള്ള ആക്ടിവിറ്റി ആണെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു നല്ല ഉദ്ദേശത്തോടെയുള്ള ആക്ടിവിറ്റി ഏതായാലുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രധാനമായിട്ടും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച്, എനിക്ക് കമ്പ്യൂട്ടറില്ല, കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു അറിവില്ല എന്നൊക്കെ വിചാരിക്കുന്ന, മൊബൈലിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കമ്പ്യൂട്ടറിൽ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഈ ഒരു മാർഗത്തിലേക്ക് പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ഒരു ജോലിക്ക് ഈ ഒരു ക്യാപ്ച ടൈപ്പിംഗ് ജോബ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും അതിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ തുലവും തുച്ഛമായിരിക്കും. 0.05 അല്ലെങ്കിൽ 0.5 ഡോളറൊക്കെയാണ് 1000 ക്യാപ്ച സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ ഇരുന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുച്ഛമായ ഒരു വരുമാനം കിട്ടുക നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരിക്കലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജോലിയല്ല താനും. കബളിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള നിരവധി മാർഗങ്ങൾ ഈ ഓൺലൈൻ മണി മേക്കിങ്ങിൻ്റെ ഇടയിലുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇത് പറയണം എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഓൺലൈൻ വരുമാനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇങ്ങനെ ഇല്ലീഗൽ
ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഇനി ഏതായാലും വളരെ ജെന്യൂൻ ആയിട്ടുള്ള മണി മേക്കിംഗ് ഓൺലൈൻ കരിയർ, അതായത് ഓൺലൈനായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള മെത്തേഡുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. എൻ്റെ ജോലി തിരക്കുകളൊക്കെ കാരണം വീഡിയോ ഇടാനായിട്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് താമസം വരുന്നുണ്ട്, ക്ഷമിക്കുക. ഏതായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡിനുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.